നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇത്തവണ FC ബാഴ്സലോണക്ക് കിടിലൻ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. കളിച്ച 4 കളികളും അവർ വിജയിച്ചു. 4 കളികളിൽ 4 വിജയം, 12 പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ്. ഓഗസ്റ്റ് മാസം ബാഴ്സലോണ പൊളിച്ചടുക്കി. അതിന്റെ റിസൾട്ട് തന്നെയാണ് ലാലിഗയിലെ ഓഗസ്റ്റിലെ അവാർഡിൽ നമ്മൾ കണ്ടത്. FC ബാഴ്സലോണ തൂത്തുവാരുന്ന കാഴ്ച. മികച്ച താരമായിട്ട് ഇന്നലെ റാഫീഞ്ഞയെ പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് തന്നെ ഹാൻസി ഫ്ലിക്കിനും ലാമിൻ യമാലിനും അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ലാലിഗ അവാർഡുകൾ ഓഗസ്റ്റ് മാസത്തിലേത് ബാഴ്സ കൊണ്ടുപോയി എന്ന് പറയണം. ഇപ്പൊ ലാലിഗയിൽ 1-ാം സ്ഥാനത്താണ്. അവാർഡുകളും അവർ വാരിക്കൂട്ടുന്നു. ഇപ്പോ നോക്കുക, മികച്ച താരത്തിനുള്ള അവാർഡ് ഓഗസ്റ്റ് മാസത്തിലെ മികച്ച താരത്തിനുള്ള അവാർഡ് റാഫീഞ്ഞക്കാണ്. റാഫീഞ്ഞ 4 മത്സരങ്ങൾ കളിച്ചു, 3 ഗോളുകളും 2 അസിസ്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ ലാലിഗയിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കുമ്പോൾ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം, അതായത് അണ്ടർ 23 പ്ലെയർ ഓഫ് ദി മന്ത്, അണ്ടർ 23 പ്ലെയർ ഓഫ് ദി മന്ത് എന്നുള്ള പുരസ്കാരം ലഭിക്കുന്നത് ലാമിൻ യമാലിനാണ്. അദ്ദേഹം മികച്ച പ്രകടനമാണ് പോയ മാസം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം 1 ഗോളും 4 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഹാൻസി ഫ്ലിക്ക് മികച്ച കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ലാലിഗ EA സ്പോർട്സ് ബെസ്റ്റ് കോച്ച് ഇൻ ഓഗസ്റ്റ് എന്നുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. കളിച്ച 4 മത്സരങ്ങളും വിജയിച്ച് 12 പോയിന്റോടെ ടീമിനെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അത്ലറ്റിക് ക്ലബിനെതിരെ 2-1 വിജയം, റയൽ വെലഡോയിഡിനെതിരെ 7-0 വിജയം, വലൻസിയക്കെതിരെ 1-2 എവേയിൽ പോയി വിജയിച്ചു, റയോ വല്ലക്കാനോക്കെതിരെ എവേയിൽ 1-2 വിജയിച്ചു. അങ്ങനെ 2 ഹോം മത്സരങ്ങളും 2 അവേ മത്സരങ്ങളും വിജയിച്ചു പെർഫെക്റ്റ് സ്റ്റാർട്ട് ക്ലബിന് കൊടുത്തു. അതിന്റെ റിസൾട്ടാണ് കോച്ച് ഓഫ് ദി മന്ത് പുരസ്കാരം ഹാൻസി ഫ്ലിക്കിന്. ബാഴ്സ കിടിലൻ തുടക്കമിട്ടിരിക്കുന്നു. ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.